അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തന്നെ വന്നാലും പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ള അപേക്ഷയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരികെ വേണം. ഇത് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. അതുപോലെ അവസാനം ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, കോൺഗ്രസ് എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ കോൺഗ്രസിനെ ഉപേക്ഷിക്കില്ല എന്ന്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് പാലക്കാട്ടിൽ നിന്ന് ഉയരുന്ന ശബ്ദം രാഷ്ട്രീയക്കാരുടെ ഓഫീസിൽ നിന്നുള്ളതല്ല, സാധാരണ വീട്ടമ്മമാരുടെ മനസ്സിൽ നിന്നുള്ളതാണ്. അവർ തുറന്നു പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊരു പാർട്ടി പ്രഖ്യാപനമല്ല, ഒരു പ്രസ് മീറ്റുമല്ല, ജനങ്ങളുടെ സ്വന്തം വിധിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. പാലക്കാട്ടെ ജനങ്ങൾ തന്നെ ക്ലീൻ ചീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുമ്പോൾ ഇനിയും ആരാണ് രാഹുലിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ പാലക്കാട്ടെ അമ്മ പെങ്ങന്മാർ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ചങ്കൽ തൊട്ട് പറയുന്ന വൈറലായ ശബ്ദങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാർത്ത എല്ലാവരുടെയും അടുത്തെത്താൻ നിങ്ങളുടെ വിലയേറിയ സഹായം ഈ സമയത്ത് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാലക്കാട്ടെ ഈ വീട്ടമ്മമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറച്ച പിന്തുണ നൽകുന്നത്? അവരുടെ മനസ്സിൽ ഒരു വലിയ ഓർമ്മയുണ്ട്. ഉമ്മൻചാണ്ടിയെ വ്യാജ സ്ത്രീ പീഡന കേസിൽ കുടുക്കിയ ആ കഥ. ഒരു ജനപ്രിയ നായകനായ മുഖ്യമന്ത്രിയെ വർഷങ്ങളോളം അപമാനിച്ചു. അവർ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവസാനം കോടതി പറഞ്ഞു ആരോപണങ്ങൾ വ്യാജം, അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു. ആ വേദന ഇന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾ മറന്നിട്ടില്ല. അതിനാലാണ് അവർ പറയുന്നത് അതേ കളി വീണ്ടും ആവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി തെളിയിച്ച ഒരു കുറ്റവുമില്ല. കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടുമില്ല. അന്വേഷണ ഏജൻസികൾ കുറ്റം തെളിയിച്ചിട്ടുമില്ല. പക്ഷേ മീഡിയ ട്രയലും സോഷ്യൽ മീഡിയ വിചാരണയും ഇപ്പോൾ നടക്കുകയാണ്. അതാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. നിയമം പറയുന്നതിന് മുമ്പ് ആരാണ് വിധി പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് LDF സർക്കാരിനെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന, ഭയമില്ലാതെ സംസാരിക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഭരണകൂടത്തെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നവയാണ്. പ്രതിഷേധങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയുമാണ്. അറസ്റ്റുകൾ പേടിക്കാത്ത ഒരു നേതാവാണ് അദ്ദേഹം. അത്തരമൊരു നേതാവിനെ രാഷ്ട്രീയമായി മൗനം പാലിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്നാണ് ഇപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ ചോദിക്കുന്നത്. അതിനാണ് പാലക്കാട്ടെ വീട്ടമ്മമാർ പറയുന്നത് രാഹുലിനെ ഞങ്ങൾക്കറിയാം, അവനെ ഇങ്ങനെ തകർക്കാൻ ഞങ്ങൾ ആരെയും ഇനിയും അനുവദിക്കില്ല എന്ന്. ഇനി നിങ്ങൾ മറ്റൊരു വീട്ടമ്മ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. രാഹുലിന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, എൻ്റെ അമ്മ വളർത്തിയ മകനാണ് ഞാൻ, എനിക്കറിയാം സ്ത്രീകളെ ബഹുമാനിക്കാൻ. തീർച്ചയാണ് ആ വാക്ക്. അമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹം അമ്മമാർക്കും സഹോദര തുല്യർക്കുള്ളത് സഹോദര തുല്യർക്കും, അതുപോലെ മറ്റു ജനങ്ങളോടും വളരെയധികം സ്നേഹവും ലാളിത്യവും വിനയവും എല്ലാം ഒത്തിണങ്ങിയ ഒരു മകനാണ് രാഹുൽ. ആ പറഞ്ഞ കാര്യത്തിൽ ഒരു പൊട്ട് പോലും കള്ളത്തരമില്ല. അത് സത്യം, ഞങ്ങൾക്കൊക്കെ അനുഭവസ്ഥരാണ്. ഞങ്ങൾ ഇത്രത്തോളം മനസ്സ് നിറഞ്ഞ് ഞങ്ങളെ ഇത്രയും ഗാഢമായിട്ട് ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹവും കരുതലും ഒന്ന് മാത്രമാണ്, വേറെ ഒന്നുമല്ല. രാഹുൽ പറഞ്ഞത് മുഴുവൻ വളരെ സത്യമാണ്. രാഹുൽ നിരപരാധിയാണ്, അത് ജനങ്ങൾക്കെല്ലാം അറിയാം, ജനലക്ഷങ്ങൾക്ക് മുഴുവൻ അറിയാം. നല്ലൊരു അമ്മ വളർത്തിയ മകനാണ് രാഹുലിന്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ വളരെയധികം എല്ലാ പദവികളും കിട്ടാൻ, ഭാവിയിൽ ഒരു CM വരെ ആകാനുള്ള കഴിവുള്ള കുട്ടിയാണ്. അതിനെ തലയ്ക്ക് തല്ലി മൂലക്കിടരുത്, ആ ഒരു അപേക്ഷ മാത്രമാണ്. സുഹൃത്തുക്കളെ, അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഷഹനാസ് നടത്തിയ പത്രസമ്മേളനത്തിനെതിരായും പാലക്കാട്ടെ അമ്മ പെങ്ങന്മാർ ശക്തമായി ചോദ്യം ചെയ്യുകയാണ്. കാരണം വസ്തുതകളില്ല, തെളിവുകളില്ല, സത്യങ്ങളില്ല. ഇതാണ് അവരുടെ ആരോപണം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രം ഒരാളെ കുറ്റക്കാരനാക്കാൻ പാടില്ല എന്നതാണ് പാലക്കാട്ടെ അമ്മമാർ പറയുന്നത്.
അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നുവെങ്കിൽ ആ തെളിവുകൾ എന്തുകൊണ്ട് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെയോ അല്ലെങ്കിൽ പോലീസിനെയോ ഏൽപ്പിച്ചില്ല എന്നതാണ് പാലക്കാട്ടെ അമ്മമാർ ഷഹനാസിനോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വന്ന ജസ്റ്റിസ് PB നാഗരത്നയുടെ ജഡ്ജ്മെന്റും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരുപാട് രാഹുലിനെ സഹായിക്കുന്നതാണ്. അതായത് പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ബന്ധം വഷളായ ശേഷം ലൈംഗിക പീഡന കേസുകൾ ഫയൽ ചെയ്ത് നീതിന്യായ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്യുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി വിവാഹിതനായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞ് ഒരു പുരുഷനെതിരെ ബലാത്സംഗ കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ഇന്ന് വിധി പറഞ്ഞു. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതുതന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും നടന്നിരിക്കുന്നത്? ഇനി നമുക്ക് മറ്റൊരു വീട്ടമ്മയുടെ അഭിപ്രായം കേൾക്കാം. ഞാൻ ഇന്നൊരു കാര്യത്തെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഈ വോയിസിൽ വന്നത്. മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ഇന്ന് 24 ഹവേഴ്സിലെ 24 ന്യൂസിലെ ന്യൂസ് ചാനലിലെ ഒരു സംഭാഷണത്തിൽ കണ്ടു. വളരെയധികം സന്തോഷം തോന്നി. കാരണം കുറെ നാളുകൾക്ക് കൂടി രാഹുലിനെ പുറമെ കണ്ടതിലും കുറച്ച് ദിവസങ്ങളായി രാഹുലിനെ പുറത്ത് കാണാത്തതിലുള്ള നല്ലൊരു വിഷമം ഞങ്ങളെല്ലാവരും മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷെ പുറത്തേക്ക് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, ഒരുപാട്. പക്ഷെ ഞങ്ങൾ എന്നും കാണുന്നത് രാഹുലിനെ അല്ല കണ്ടത്, വളരെയധികം സങ്കടവും മൂടിയൊക്കെ ആയിട്ടുള്ള രാഹുൽ. അതൊക്കെ ഓവർകം ചെയ്ത് വരും രാഹുൽ, അതിനൊക്കെയുള്ള കപ്പാസിറ്റി ആ വ്യക്തിക്കുണ്ട്, അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ വളരെയധികം വിഷമം തോന്നി. എന്തായാലും ദൈവം നല്ല ധൈര്യവും നന്മയും എല്ലാം അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നുമല്ല, അപ്പോൾ അതിൽ പറഞ്ഞൊരു വിഷയമുണ്ട്, അമ്മ വളർത്തിയ മോനാണ് ഞാൻ, എനിക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാം എന്ന് അത് അറിയാമെന്ന് വളരെ വ്യക്തമായി ആ വ്യക്തി അതിൽ പറയുന്നുണ്ട്. അത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. കാരണം രാഹുൽ എന്ന വ്യക്തി എല്ലാ സ്ത്രീകളോടും വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന ഞങ്ങളൊക്കെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഒരു പാലക്കാട് ജില്ലക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും ഞങ്ങളുടെ MLA കണ്ടു പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ MLA അടുത്ത് ഞങ്ങൾ പോകാറുണ്ട്. പക്ഷെ ഏതൊരു സാഹചര്യത്തിൽ പോയപ്പോഴും ഞങ്ങളോട് വളരെ അധികം നീതി പുലർത്തി നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത നന്നായി പെരുമാറിയ നല്ലൊരു വ്യക്തിയാണ് ഞങ്ങളുടെ നേതാവ് രാഹുൽ. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഒരു രീതിയിലും ഇപ്പോഴും ഒരു വിധത്തിലും ഞങ്ങൾക്ക് തെറ്റിദ്ധാരണകളില്ല. അപ്പോൾ രാഹുൽ എന്ന വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണ്. ഒരു വിധത്തിലും ഞങ്ങൾക്ക് രാഹുലിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണകളോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ MLA സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം കുറേ ദിവസങ്ങളായി പാലക്കാട് ജില്ലയിൽ നിന്ന് ആ വ്യക്തി പോയിട്ട്. എന്നാലും പക്ഷേ ഓഫീസും കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി തന്നെ നടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കർത്തവ്യം അദ്ദേഹം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ പോലും പക്ഷെ വരും, ശക്തിയായി തിരിച്ചു വരും. ആ ഉറപ്പും വിശ്വാസവും നല്ലപോലെ ഞങ്ങൾക്ക് ഉണ്ട്. എന്തായാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്, റിക്വസ്റ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും കരുതാം. ബട്ട് രാഹുൽ എന്ന വ്യക്തിയെ ഞങ്ങൾ പാലക്കാട് ജില്ലക്കാർക്ക് തന്നെ തരണം. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലേക്ക് മറ്റൊരു കാൻഡിഡേറ്റിനെയും പറഞ്ഞയക്കണ്ട. ഞങ്ങൾ വോട്ട് ചെയ്യില്ല, അത് മസ്റ്റാണ്. ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതൊരു മുന്നേ ഞങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാർണിംഗ് ആണ്. നാളെ പിന്നെ ചെയ്തില്ല എന്നൊരു പരാതി പറയരുത്. കാരണം ചെയ്യില്ല. എന്തായാലും കോൺഗ്രസിന് ഒരുപാട് വിജയസാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇനിയും അത് തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമല്ല. ഞങ്ങൾക്ക് ആ വ്യക്തിയെ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ മറ്റാരെയും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, വേണ്ട. തീർത്തും പറഞ്ഞു കഴിഞ്ഞു. ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 100% ഉറപ്പാണ് രാഹുൽ എന്ന വ്യക്തിക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണയും പൂർണ്ണ സപ്പോർട്ടും വർക്ക് ചെയ്യാനും ഞങ്ങളെ പോലെയുള്ള കുറേ യങ്സ്റ്റേഴ്സ് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്.
കോൺഗ്രസ് പാർട്ടിയിലേക്ക് അംഗത്വമെടുത്ത് പ്രവർത്തിക്കാൻ വരാനടക്കം തയ്യാറായി നിൽക്കുകയാണ്. അത് മറ്റൊന്നും കണ്ടിട്ടല്ല, രാഹുൽ എന്ന ഒരു വ്യക്തിയുടെ ഈ പാലക്കാട് ജില്ലയിലുള്ള എല്ലാവിധ സേവനങ്ങളും ഇതും വേണ്ട. അപ്പൊ നമുക്കൊരു ഇൻസ്പിറേഷനായി നമുക്കും അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഇതുപോലെ ഒരുപാട് വോയിസ് മെസ്സേജുകൾ പാലക്കാട്ടെ അമ്മമാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ടാണ് അതൊന്നും ഇവിടെ അവതരിപ്പിക്കാത്തത്. എന്നാൽ ചുരുക്കത്തിൽ ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. അത് മറ്റൊന്നുമല്ല, പാലക്കാട്ട് ഒരു വലിയ രാഹുൽ തരംഗം വളർന്നു വരികയാണ്. അത് അമ്മമാരാകട്ടെ, പെങ്ങന്മാരാകട്ടെ, ജെൻസുകളാകട്ടെ, അവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് പാലക്കാട്ട് ഇവർ ഒത്തുകൂടുന്ന ഒരു വലിയ സമ്മേളനം ഉടൻ തന്നെ സംഘടിപ്പിക്കും എന്നുള്ളതാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ ക്ഷണിക്കുകയും ചെയ്യും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അവർ തീർച്ചയായും ഒരു വലിയ സമ്മേളനമാക്കി രാഹുലിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പാലക്കാട്ടെ അമ്മമാരും പെങ്ങന്മാരും ജെൻസുകളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. സുഹൃത്തുക്കളെ, ഇത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, ഇനി വേറൊരു ഉമ്മൻചാണ്ടി കേരള മണ്ണിൽ ഉണ്ടാകരുത് എന്ന മലയാളികളുടെ വലിയ ആഗ്രഹമാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട്ടെ അമ്മമാരും പെങ്ങന്മാരും യുവജനങ്ങളും ഒരു വലിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കും എന്നാണ് അതിന്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പാലക്കാട്ട് രാഹുലിനെ സ്നേഹിക്കുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വലിയ ഉപദേശം തന്നെയുണ്ട്. അത് മറ്റൊന്നുമല്ല, രാഹുലിന് ഒരാപത്ത് ഉണ്ടായപ്പോൾ രാഹുലിനെ തിരിച്ചും മറിച്ചും വിട്ട് ഉപദ്രവിച്ച ചാനലുകൾ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ചാനലുകൾക്ക് ഇപ്പോൾ അഭിമുഖം നൽകരുത് എന്നൊരു വലിയ അപേക്ഷയാണ് അവർക്ക് ഉപദേശമായി രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ വയ്ക്കാനുള്ളത്. തീർച്ചയായും രാഹുൽ അവരുടെ ആവശ്യം മനസ്സിലാക്കും എന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് പാലക്കാട്ടെ വീട്ടമ്മമാരുടെ ശബ്ദം ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. അതൊരു പാർട്ടിയുടെ ശബ്ദമല്ല, ജനങ്ങളുടെ മനസ്സിന്റെ ശബ്ദമാണ്. അവർ പറയുന്നത് ഒരൊറ്റ വാക്ക്: സത്യം ജയിക്കും. അതെ, രാഹുൽ വിജയിക്കും. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കുമെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അവർ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്യും, നിരീക്ഷിക്കും. നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകുകയും ചെയ്യും എന്ന് ഞങ്ങളിവിടെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.